തെളിയിക്കാൻ ആ പഠിച്ച ലോകചരിത്രത്തിന്റെ അടരുകളിലൂടെ മാത്രം സഞ്ചരിച്ചാൽ മതി. ലോകത്തിന്റെ പല മണ്ഡലങ്ങളിൽ ഈ പുസ്തകം ഇടപെട്ട മനുഷ്യരാശിക്ക് എന്തെല്ലാം മാറ്റമുണ്ടായി. ആധുനിക വൈദ്യശാസ്ത്രം. നിങ്ങൾ പക്ഷെ കണ്ടിട്ടുണ്ടാകും ഞങ്ങൾ നിരീശ്വരന്മാരായിട്ടുള്ള ആളുകളുമായി നടത്തുന്ന ചർച്ച. അതിലൊരു മഹാൻ പറയുന്നത് ക്രിസ്ത്യാനിത്വം ശാസ്ത്രത്തിനെതിരാണ്. നീ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നിങ്ങൾക്കറിയണ്ടേ? ആധുനിക ലോകത്തിന് മഹത്തരമായ ശാസ്ത്രസത്യങ്ങൾ വിശകലനം ചെയ്ത് പഠിപ്പിച്ച ശാസ്ത്രജ്ഞന്മാരിൽ മഹാഭൂരിപക്ഷം ആളുകളും ഈ ബൈബിളിന്റെ അനുവാചകരാണ്. കോവിഡ് കാലത്തെ സമൃദ്ധമായ നമ്മളെല്ലാം ഭക്ഷണം കഴിച്ചു. എങ്ങനെയാണെന്നറിയണ്ടേ? ജനിതക ശാസ്ത്രം, ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്നൊരു സാങ്കേതിക വിദ്യയുണ്ട്. ഈ സാങ്കേതിക വിദ്യയുടെ പ്രാണേതാവ് ഗ്രിഗർ മെൻഡൽ ബൈബിള് വായിക്കുന്ന ഒരു പുരോഹിതനായിരുന്നു, പ്രസംഗിക്കുന്ന ആളെ. ഈ ജ്വലിച്ചു നിൽക്കുന്ന വൈദ്യുത ദീപങ്ങളില്ലേ, പിതാവ് മൈക്കൽ ഫാരഡേ ഇല്ലേ, ഫാരഡേ യേശുവിനെ പ്രസംഗിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവമകനായിരുന്നു. ഇനി കേൾക്കണം. ലോ ഓഫ് ഗ്രാവിറ്റി ഉണ്ടല്ലോ, അതിന്റെ പ്രാണേതാവായ സർ ഐസക് ന്യൂട്ടൺ ഉണ്ടല്ലോ. ന്യൂട്ടൺ കേവലം ഒരു വിശ്വാസിയല്ല. ബൈബിളിലെ വെളിപ്പാട്, ദാനിയേൽ പ്രവചനങ്ങൾ പഠിച്ച് അതിന് വ്യാഖ്യാനം ചമച്ച ഒരു ബൈബിൾ പണ്ഡിതൻ കൂടിയായിരുന്നു സർ ഐസക് ന്യൂട്ടൺ. രക്ഷാനിർണയം പ്രാപിച്ച് യേശുവിന്റെ പുനരാഗമനം കാത്തിരുന്നൊരു മഹാരഥൻ. തീർന്നില്ല. വൈദ്യശാസ്ത്രത്തിന് ലഭിക്കാവുന്ന, ഒരു നല്ല വൈദ്യശാസ്ത്രജ്ഞന് ലഭിക്കാവുന്ന പരമാവധി ബഹുമാനത്തിന്റെ പേരാണ് നൊബൽ പ്രൈസ്. അത് കരസ്ഥമാക്കിയ ആളുകളെ എണ്ണം എടുത്താൽ 65% പേരും ഈ ബൈബിളിന്റെ പ്രാണേതാക്കളായിരുന്ന, ബൈബിളിന്റെ വക്താക്കളായിരുന്ന ജൂതന ക്രിസ്ത്യാനിയാണ്. ഇനി നിരീശ്വരന്മാരുടെ പെർസെന്റ് കേൾക്കണോ? നോബൽ സമ്മാനം കിട്ടിയ 9% താഴെയാണ്. അത് ശാസ്ത്രത്തിനൊന്നുമല്ല, സാഹിത്യത്തിനാണ്. കഥ എഴുതിയതിനൊക്കെ കിട്ടി. അത് ചെറുതായിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ല. പക്ഷെ 9% ദാരിദ്ര്യത്തിലേക്ക് താഴെ നിൽക്കുന്ന നിങ്ങൾ, 70% നിൽക്കുന്ന ഞങ്ങളെ ശാസ്ത്രം പഠിക്കാൻ വളർന്നിട്ടില്ല. വളരുമ്പോൾ പറയാം, അന്നേരം വന്നാൽ മതി. മനസ്സിലായില്ലേ? ഞാനൊരുത്തനോട് ചോദിച്ചു, ഈ പരിണാമ സിദ്ധാന്തം ഉണ്ടല്ലോ, അതനുസരിച്ച് മനുഷ്യൻ പരിണമിച്ച് എന്നുള്ള രീതിയിലായി നല്ലേ. ഇനിയിപ്പോൾ ഒരു ചെറിയ പാപഭാരം കൂടെ നമ്മുടെ തലമുണ്ട് നിൽക്കുന്നുണ്ടേ. കുരങ്ങ് പരിണമിച്ച് മനുഷ്യനായി എന്ന് പരിണാമവാദം ഒന്നും പഠിപ്പിക്കുന്നില്ല. നമ്മൾ പാസുമാരും അച്ഛന്മാരൊക്കെ ഉണ്ടാക്കിയതാണ്. അല്ലെന്ന് നിങ്ങളുണ്ടാക്കിയേ. ഇതിന് ഞങ്ങളുടെ തലമുണ്ട വെക്കുന്നത്. നിങ്ങൾക്ക് തന്നെ നാണക്കേടായിട്ട് തോന്നിയല്ലേ? എങ്ങനെ ഉണ്ടായത് ഞാൻ പറയാം. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടി കുരങ്ങ്, അല്പം കൂടെ പൊക്കമുള്ള കുരങ്ങ്. ഈ പടം കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ പാഠപുസ്തകത്തിൽ? പിന്നെ ഒരു ഗോറില്ല, നിയാണ്ടർത്താൽ, ഹോമോസാപ്പിയൻസ്, ആധുനിക മനുഷ്യൻ. ഇങ്ങനെ പടം വരച്ച് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഈ സാധനം കയറ്റി വെച്ചാരാ? നമ്മുടെ സിലബസിലെല്ലാം ഉണ്ടായിരുന്ന പണ്ട്. ശരിയാണോ? കുരങ്ങ് പരിണമിച്ച് മനുഷ്യനായി തണ്ട സ്കൂളിൽ പഠിപ്പിച്ചല്ല നമ്മള്. കലാലയം മുഴുവൻ അധ്യാപകർ പഠിപ്പിച്ചു വെച്ച കാര്യം ഇപ്പൊ അവത്തായും തോന്നി തിരുത്താൻ വരിക. അപ്പൊ ഞാൻ ചോദിച്ചൊരു ചോദ്യത്രം, നീ കുരങ്ങോ എന്തേലും ആയിക്കോട്ടെ, പരിണമിച്ച് ഈ രൂപത്തിലെത്തി. ന്യൂട്ടന്റെ 3-ാം ചലന നിയമം അനുസരിച്ച് എല്ലാ ആക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഒരു റിയാക്ഷൻ ഉണ്ട്. തിരിച്ച് നമ്മൾ എന്നാ പഴയ പോലെ കുരങ്ങനാകുന്നതെന്ന് ചോദിച്ചില്ലെങ്കിൽ ആ പരമാണു ആകണമല്ലോ, അമീബ ആകണമല്ലോ. അതിന്റെ പ്രോസസ്സ് ഒന്നും ന്യൂട്ടന്റെ 3-ാം ചലന നിയമം അനുസരിച്ച് ഒന്ന് വിശദീകരിക്കാൻ പറഞ്ഞപ്പോൾ ഒരുത്തൻ എന്നോട് പറയാ,